ജോസ് ഇന്നലെ എപ്പോഴായിരുന്നു അവർക്ക് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുത്തത്? കാലത്ത് ഒരു 9:30 ഞാനിവിടെ വരുന്നു. കാലത്ത് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവിടെ മീഡിയസ് ഉണ്ടായിരുന്നു. ഇവിടെ 4-5 ചാനലുകാരുണ്ടായിരുന്നു. കൈരളി, മാതൃഭൂമി, മനോരമ, പിന്നെ ബിഗ് TV, അങ്ങനെ 4 ചാനലിലൂടെ ഈ കിടക്കുന്ന സ്ഥലത്ത് ഈ സ്പോട്ട് നിൽക്കുന്ന ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരു ചാനലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഒരു കഞ്ഞി കൊണ്ടുവരുമ്പോൾ ഇവിടെ മീഡിയസ് ഉണ്ടായിരുന്നു. ഞാനവിടെ ഭക്ഷണം കൊടുത്തു പോന്നു. പിന്നെ ഒരു 1:45 സമയത്താണ് അവർക്ക് 40 പേർക്ക് ഭക്ഷണം അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോസേ 4 മണിക്ക് 40 പേർക്ക് ഭക്ഷണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നീ കൊണ്ടുവരണം എന്ന് പറയാൻ കാരണം എൻ്റെ കൂട്ടുകാരനാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന ബാബുവേട്ടൻ ഇപ്പോൾ ഇന്ന് ICUവിലാണ്. ബാബുവേട്ടൻ്റെ ഭാര്യ അനുദേച്ചി ICUവിലാണ്. അതെനിക്ക് മാനസിക ടെൻഷനാണ്, വിഷമമുണ്ട്. പക്ഷേ എന്ന് എനിക്ക് നല്ല എല്ലാവരും ജോസിനെ അറിയായിരുന്നു? ഇല്ല, എനിക്ക് സതീശനെ അറിയാം, ബാബുവേട്ടനെ അറിയാം, അനുദേച്ചിനെ അറിയാം. ഇത് മുതലാളി സതീശനെ അറിയാം. ഞാൻ ഇടയ്ക്ക് ഷെഡിലേക്ക് വരാറുള്ള കാരണം ഞാനെങ്കിൽ സതീശനുള്ളപ്പോൾ ഞാൻ ഇടയ്ക്ക് ഷെഡിലേക്ക് വരാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചിട്ട് ഞാൻ വരാറുണ്ട്. സതീശനെ എനിക്കറിയാം. പിന്നെ ബാബുവേട്ടൻ 40 പേർക്കുള്ള ഭക്ഷണം എത്ര മണിക്ക് എത്തിച്ചു? ഒരു 1:30-1:45 കൂടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 40 പേര് ഭക്ഷണം ഉണ്ടായിരിക്കും. ആണെങ്കിൽ പല ഷെഡുകളായതുകൊണ്ട് ഞാൻ ഭക്ഷണം കൊടുത്തപ്പോൾ എൻ്റെ ഭക്ഷണം വന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ഷെഡിൽ നിന്ന് എണിച്ചു. ഞാനെങ്കിൽ ചോറാണെന്ന് വെച്ചപ്പോൾ ഭക്ഷണമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് എണിച്ച് കൈ കഴുകിയിട്ട് എൻ്റെ പിന്നാലെ ഞാൻ എല്ലാം പൊതിച്ചോറാണ് ആക്കിയിട്ടുള്ളത്. എന്നാണെങ്കിൽ ഇതല്ല കെറ്റിലല്ല, പൊതിച്ചോറാണ്. ആണെങ്കിൽ അത് ശ്രീശക്തി ഹോട്ടലാണെങ്കിൽ പൊതിച്ചോറ് കിട്ടുള്ളൂ. അപ്പോൾ അത് പൊതിച്ചോറുകളാക്കിയത് കണ്ട് എല്ലാവർക്കും ഷെഡിൽ നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിരുന്ന് കഴിക്കാം, മാവിൻ ചോട്ടിലോ അല്ലെങ്കിൽ തെങ്ങിൻ ചോട്ടിലോ ഇരുന്ന് കഴിക്കാം എന്ന് ഉദ്ദേശിച്ചാണ് പൊതിച്ചോറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 40 പൊതിച്ചോറ് ഞാനോട് കൊണ്ടുവരുമ്പോൾ ഓരോ ഷെഡിൽ നിന്നുള്ള ആൾക്കാർ എനിക്ക് വന്നു, ചോറാണോ ചാതയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറും, അപ്പോൾ സ്റ്റാഫുകൾ അവിടുന്ന് പണിക്കാരെല്ലാം എൻ്റെ കൂടെ വന്നു. 2 ചാക്കിലാക്കണം ചോറാക്കിയുള്ളത്, കവറിലാക്കിയുള്ളത്. പിന്നെ മീൻകറി, മീൻചാറ്, പിന്നെ ഓംപ്ലേറ്റ്, സാമ്പാർ. അവിടെ ഇരുന്ന് തന്നെയാണോ കഴിക്കുക? ഇല്ല, ഇവർ കഴിക്കുന്നതെല്ലാം അപ്പുറത്തൊരു 4-5 ഷെഡിന് അപ്പുറത്തൊരു കുറച്ച് വിശാലമായ സ്ഥലമുണ്ട്. ആണെങ്കിൽ കുറച്ച് മൂവാണ്ടമാവ് നിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് തണലും കാര്യങ്ങളും നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് അവരെല്ലാം കഴിക്കാനുള്ളത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് ഈ ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുത്തപ്പോൾ അവരവിടെ നിന്ന് കഴിക്കായിരുന്നു. ഇപ്പോൾ കാലത്ത് കൊടുന്ന ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്ത് വണ്ടി ഞാൻ 1:30-1:45 ആകുമ്പോൾ 1:30 എത്തിച്ചു. 1:45 ഞാൻ തിരിച്ച് പാത്രങ്ങൾ ഞാൻ തിരിച്ചു പോകും. ഞാൻ വരുമ്പോഴാണ് സതീശേട്ടനും പിന്നെ ഇതിൻ്റെ ഓണർ സതീശേട്ടൻ ലൈസൻസി, പിന്നെ ബാബു അനുദേച്ചി ബാബു പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ ബാബുടൻ ഇവിടുന്ന് കടന്നു വരുന്നു. അപ്പോൾ എവിടെ പോയി ചോദിച്ചു, ബാബുടെ പറഞ്ഞു ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പഠിക്കുമ്പോൾ പുറത്തേക്ക് പറഞ്ഞു. പൈസ കിട്ടി വെച്ചു എന്ന് പറഞ്ഞു. ശരിടാ, നാളെ വിളിക്കാം, നാളെ കാലത്തും ഉച്ചയ്ക്കും ഭക്ഷണം കൊണ്ടുവരണം, ഞാൻ വിളിച്ച് പറയാം, നീ കൊടുന്നാൽ മതി പറഞ്ഞു. ശരി. ഞാനിങ്ങനെ വർഷങ്ങളുടെ എനിക്ക് ബാബുട്ടൻ എൻ്റെ കൂട്ടുകാരനാണ് അനുദേച്ചി. ഞാൻ എൻ്റെ വീട്ടിലെ ഫാമിലി ഫ്രണ്ട് പോലെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാണ് ഇന്നലെ ഈ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ ഞാൻ ഇന്നലെ വരാത്ത കാരണം, അവർക്ക് എന്ത് പറ്റി എന്നറിയാത്ത കാരണം കൊണ്ട് ഞാൻ ഇന്നലെ വരെ ഇപ്പോഴാണ് ഈ സ്പോട്ടിൽ ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ മാനസികാവസ്ഥ ഞാൻ വീട്ടിൽ നിന്ന് 4 മണി തൊട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. പിന്നെ ഇന്നൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തിരിച്ച് ഞാൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. പിന്നെ ഹോസ്പിറ്റലാണ്. രാവിലെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവിടെ എത്ര ജീവനക്കാരുണ്ടായിരുന്നു? എല്ലാ ഷെഡിലും ആളുണ്ടായിരുന്നു? ഷെഡിൽ ആൾക്കാരുണ്ട്. അതുപോലെ മീഡിയസ് ഉണ്ടല്ലോ ഇവിടെ കാലത്ത്. ഞാൻ വരുമ്പോൾ കാലത്ത് മീഡിയസ് ഉണ്ടല്ലോ പിള്ളേർ, എല്ലാ മീഡിയസ് ഉണ്ടല്ലോ. കൈരളി, പിന്നെ മാതൃഭൂമി, മനോരമ ന്യൂസ്. സ്ഥിരമായി ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്? സ്ഥിരമായിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴാണ് സീസണുള്ളൂ, ഇപ്പോഴാണ് ഭക്ഷണം കൊണ്ടു നടക്കുള്ളൂ. പിന്നെ ഇടയ്ക്ക് വിളിക്കും, ഒരു 10 പേർക്ക് പൊറോട്ട അല്ലെങ്കിൽ 5 പേർക്ക് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട, അതൊക്കെ ഇടയ്ക്ക് വിളിക്കും, അത് കൊടുന്നു കൊടുക്കും. അല്ലാതെ ഇപ്പോൾ നമ്മൾ അങ്ങനെ സ്ഥിരം. വണ്ടി ഓടിക്കുന്നത്? ഞാൻ വേലുച്ചുങ്കത്തിനോട് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത്. ഭക്ഷണം എപ്പോഴും എത്തിച്ചു കൊടുക്കാറുണ്ട്? അല്ല, ബാബുട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ ഏത് പാതിരാത്രി ആയാലും ശരി ഞാൻ കൊടുന്ന് കൊടുക്കാറുണ്ട്. അതാണെങ്കിൽ സതീശേട്ടൻ്റെ ബന്ധമല്ല, ബാബുട്ടൻ. ഇപ്പോൾ ഐശ്വര്യക്കുന്ന ബാബുട്ടൻ അതെൻ്റെ ഒരു കൂട്ടുകാരനാണ്. ബാബുട്ടൻ ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ വണ്ടി ചെല്ലും ചെയ്യും. അവരുടെ വീട്ടിൽ ഫാമിലി ഓട്ടാൻ ശരി. പിന്നെ എന്തെങ്കിലും ആടെ പൈസ ഇല്ലെങ്കിലും ഞാൻ ഓടി, പിന്നെ ആൾ എപ്പോഴെങ്കിലും പൈസ തരും, അങ്ങനെ ഞാൻ ഓടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ബാബുട്ടനുള്ള ബന്ധം ഞങ്ങൾ അങ്ങനെ. ബാബുട്ടനാണ് എനിക്ക് ഈ ഇന്നലെ വിളിച്ച് പറയുന്നത്. ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്, മിനിഞ്ഞാന്നൊരു ഭക്ഷണം പറഞ്ഞൊരു എന്നോട് 35 പേർക്ക് ടിഫിൻ കിട്ടുമെന്ന് ചോദിച്ചു. കാലത്ത് 35 പേർക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ കാലത്ത് 9:50 വിളിച്ചിട്ട് എന്നോട് വിളിച്ചു, എന്നെ ഭക്ഷണം കിട്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞു 1 മണിക്കൂർ 1.5 മണിക്കൂറും. അപ്പോൾ ആൾ ക്യാൻസലാക്കി, പറഞ്ഞു വേണ്ട 1 മണിക്കൂർ കഴിഞ്ഞാൽ ചോറ് വരും. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അന്ന് മിനിഞ്ഞാന്ന് ഇന്നലെ ചൊവ്വാഴ്ച
ഇന്ന് ബുധനാഴ്ച തിങ്കളാഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞു 1.5 മണിക്കൂർ കൂടി പിടിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു വേണ്ട 1 മണിക്ക് ചോറ് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ആ ചോറ് ആളെന്നോട് സ്കൂട്ടറിൽ കൊടുന്ന് തോന്നുന്നുണ്ട്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്നലെ കാലത്ത് വിളിച്ചു. ഇനിയിപ്പോൾ ഇന്നും നാളെയും ഈ തൃശ്ശൂർ വെടിക്കെട്ട് വരയ്ക്ക് ഭക്ഷണം അവരവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ക്യാൻറ്റീനിൽ. ആ ഭക്ഷണം മുഴുവൻ എന്നോടാണ് കൊടുന്ന് തുറക്കാൻ പറഞ്ഞത്.